നമ്മളൊക്കെ പറയുമായിരുന്നു ലൈഫ് ഇൻഷുറൻസ് വിൽക്കുന്നതും ശവപ്പെട്ടി വിൽക്കുന്നതും ഒരേപോലെയാണ്. കാരണം ഇത് ഉപയോഗിക്കണമെങ്കിൽ മേടിക്കുന്ന ആൾ മരിക്കണം. അപ്പോൾ അത്ര എളുപ്പമല്ലായിരുന്നു ഈ പ്രോഡക്റ്റ് സെയിൽ. എൻ്റെ മുന്നിലുണ്ടായിരുന്ന ഓപ്ഷൻ എന്നെ റിജക്ട് ചെയ്ത ഈ ഏരിയയിലുള്ള കസ്റ്റമേഴ്സിനെ പോയി കണ്ട് ഒരു ഒപ്പീനിയൻ സർവേ നടത്തും. ഇൻഫാക്ട് സർവേയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആദ്യം കോൺടാക്ട് ചെയ്യുന്നത് ഒരു വർഗീസേട്ടനെയാണ്. വർഗീസേട്ടൻ്റെ വീട്ടിൽ പോയി വർഗീസേട്ടന് ഒരു വെള്ള കടലാസ് കൊടുത്തു. ഈ കടലാസിൽ 3 കോളംസ് ആണുള്ളത്. 1 പേരെഴുതുക, 2 മാസ ചിലവ് എഴുതുക. നമ്മുടെ വർഗീസേട്ടൻ ഒരു വലിയ സംഖ്യ പറഞ്ഞു, മാസ ചെലവ്. വർഗീസേട്ടൻ 3ാമത്തെ കോളത്തിൽ ഇൻഷുറൻസ് വേണോ വേണ്ടയോ ഫില്ല് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് വളരെ യാദൃശ്ചികമായിട്ട് ഞാൻ വർഗീസേട്ടനോട് ചോദിച്ചു, വർഗീസേട്ടാ നിങ്ങളുടെ പ്രസൻസിലും ആബ്സെൻസിലും ഈ ചെലവ് എന്തായാലും കുടുംബത്തിലുണ്ടാവും. പ്രസൻസിൽ വർഗീസേട്ടൻ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യും, വർഗീസേട്ടൻ്റെ ആബ്സെൻസിൽ ഈ തുക ഭാര്യയുടെയും മക്കളുടെയും പേരിൽ കുടുംബത്തിൽ ജീവിതാവസാനം വരെയും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വർഗീസേട്ടൻ്റെ സുഹൃത്ത് വലയത്തിൽ കുടുംബത്തിൽ ഒരു 4-5 പേരുണ്ടാവുമല്ലോ, ഇവരുടെ പേരുകൾ ഒന്ന് ഓർത്ത് അതും കൂടെ ഈ പേപ്പറിൻ്റെ സൈഡിൽ എഴുതിയിട്ടൊന്ന് ഒപ്പിടാവുമെന്ന് ചോദിച്ചു. വർഗീസേട്ടൻ വളരെ ആവേശത്തോടു കൂടി പേന എടുത്തു. അവരുടെ പേര് 1-2 പേരുടെ പേരൊക്കെ എഴുതുന്ന കണ്ടു. പിന്നീട് ഞാൻ നോക്കിയപ്പോൾ പയ്യെ ഒരു പേര് വെട്ടി, പിന്നെ വേറൊരു പേര് എഴുതി. വർഗീസേട്ടൻ കുറച്ച് സ്ലോ ആയി, മൊബൈലൊക്കെ സ്ക്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് വർഗീസേട്ടൻ എന്നോട് തന്നെ പറയുന്നുണ്ടായിരുന്നു, നമ്മളൊക്കെ പോയാൽ ഒരു 2-3 ദിവസം നമ്മുടെയൊക്കെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടാവും, ഒരു 4-5 ദിവസം നമ്മളെ ഓർക്കും, അതിനപ്പുറം നമ്മളാരാ ഓർക്കുക. ഇത് വർഗീസേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ വർഗീസേട്ടനോട് പറഞ്ഞു, കഴിഞ്ഞ 3 മാസമായിട്ട് ഈ ഒരൊറ്റ കാര്യം പറയാനായിരുന്നു ഞാനിവിടെ വന്ന് ശ്രമിച്ചിരുന്നത്. ഒരു 10 മിനിറ്റ് പോലും എടുത്തിട്ടുണ്ടാവില്ല. വർഗീസേട്ടൻ ഒരു ഒപ്പിട്ട് പേപ്പർ എൻ്റെ കയ്യിൽ തന്നു. പക്ഷെ ഒപ്പിട്ട പേപ്പർ ഇൻഷുറൻസിന്റെ പോളിസി ഡോക്യുമെന്റ് ആയിരുന്നു. അങ്ങനെ ഇൻഷുറൻസ് പ്രോഡക്റ്റിന്റെ ബെനിഫിറ്റും ഫീച്ചേഴ്സും ഒന്നും പറയാതെ ആദ്യമായിട്ട് ഇൻഷുറൻസിന്റെ ആശയവും പർപ്പസും ഒരാളെ കൊണ്ട് ഫീൽ ചെയ്യിക്കാൻ എനിക്ക് സാധിച്ചു.